100 ഡേയ്സ് ഓഫ് വെയിറ്റ് ഗെയിൻ ട്രാൻസ്ഫോർമേഷൻ ഡേ 22 ആണിന്ന്. രാവിലെ എനിക്ക് ഫ്രഷായിട്ട് ജിമ്മിലേക്ക് പോകാൻ പോവുകയാണ്. പണ്ട് ലോക്ക്ഡൗൺ ടൈമിൽ കേട്ടിട്ടുണ്ട്, നമ്മൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് റുട്ടീനായിട്ട് മാറുന്നു. ജിമ്മിലേട്ടെത്തി, ആദ്യം തന്നെ വാമ്പൊക്കെ ചെയ്തു. വർക്കൗട്ടിന് മുമ്പ് ശരീരം ഒന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടാണ് വാമ്പൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ വീക്ക് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് കുറവ് തോന്നിയത് എല്ലാവരും എന്നോട് ചോദിക്കാനിടയായി. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ എന്നുള്ളത് വെയിറ്റ് ലോസ് ആക്കി മാറ്റേണ്ടി വരുമോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. ഈ ആഴ്ച ആ കുറവ് ഞാൻ നികത്തുമെന്നാണ് എല്ലാവരോടും മറുപടിയായിട്ട് പറഞ്ഞത്. വാമപ്പിന് ശേഷം പുഷപ്പ് അടിച്ചു. അപ്പോൾ ഇന്ന് ചെസ്റ്റ് ഡേ ആണ്. ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഇപ്പോഴത്തെ ചെസ്റ്റ് അത്ര നല്ല ഷേപ്പിലൊന്നുമല്ല ഇരിക്കുന്നത്. ഈ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി ഷേപ്പാക്കി എടുക്കണം. എല്ലാത്തിനും സമയമെടുക്കും, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അപ്പം തന്നെ മസിൽ ബിൽഡ് ചെയ്യും അല്ലെങ്കിൽ ഷേപ്പ് വരുന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത്. കാരണം അതിന് ഒരുപാട് ടൈം എടുക്കും. പലരും ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളെ കൊണ്ട് തന്നെ നിർത്തിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണത്. ഇതിനല്പം ടൈം എടുത്തിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ജിമ്മിൻ്റെ ഒപ്പം തന്നെ നല്ല ഭക്ഷണവും റെസ്റ്റും ഒക്കെ ഇതിനാവശ്യമാണ്. കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോൾ തന്നെ ചേഞ്ച് വരുന്നത് നമുക്ക് പയ്യെ പയ്യെ കാണാൻ പറ്റും. അതിനുള്ള സമയമാണ് നമ്മളെല്ലാവരും കൊടുക്കേണ്ടത്. എൻ്റെ ഈ 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൽ ഞാൻ വെയിറ്റ് ഗെയിൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബോഡിയൊക്കെ ഷേപ്പായി വരണമെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഇതിൽ നന്നായിട്ട് ഇന്നത്തെ ചെസ്റ്റിനുള്ള അവസാന വർക്കൗട്ടാണിത്. വർക്കൗട്ടിന് ശേഷം കൈ അടുപ്പിച്ച് വെച്ച് പുഷപ്പ് പഠിച്ചായിരുന്നു. അതിനുശേഷം ജസ്റ്റ് വന്നിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു.
ചെറിയ മിറർ പോസൊക്കെ ചെയ്ത് നോക്കി. ജിമ്മിൽ നിന്ന് ഇറങ്ങി. ജിമ്മിൽ നിന്ന് വന്ന് അരമണിക്കൂറിന് ശേഷം പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചു. രാവിലെ ചിക്കനും പുട്ടും കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ച് ചോറ്, വെണ്ടയ്ക്ക, ചിക്കൻ. വൈകിട്ടൊരു ഷാർജ ഷേക്കും ഒരു ജാമ്പണ്ണും കഴിച്ചു. ദോശയും ഡബിൾ ബുൾസയും കഴിച്ചു. രാത്രിയിൽ ബണ്ണും പീനട്ട് ബട്ടറും കൂടി കഴിച്ചു. രാത്രിയിൽ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചു. അപ്പോൾ ഡേ 22 കംപ്ലീറ്റഡ്. ഇനി ഡേ 23. ചിയേഴ്സ്.